എല്ലാ പ്രിയപ്പെട്ടവരെയും ഇറ്റ്സ് മീ ലിനീഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്നുമല്ല, നെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നാളെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഏപ്രിൽ 16-ാം തീയതി മുതൽ മെയ് 7-ാം തീയതി വരെയാണ്. 7-ാം തീയതി രാത്രി 11:59 12 മണിക്ക് തൊട്ട് മുൻപ് വരെയുള്ള സമയം വരെയാണ് നെറ്റ് അപേക്ഷിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും നാളെ തന്നെ, അവസാന തീയതി നാളെയാണ് എന്ന് കരുതി നാളത്തേക്ക് നീട്ടി വെക്കേണ്ട, ഇന്ന് രാത്രി തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, പറ്റാത്തവർക്ക് നാളെയാണെങ്കിലും അത് ചെയ്യാനുള്ള അവസരമുണ്ട്. നാളെ കൂടിയേ ഉള്ളൂ എന്ന് കൃത്യമായി ഓർക്കുക. ഇത് അപേക്ഷിക്കേണ്ട സൈറ്റ് അഡ്രസ്സ് ugcnet.nta.ac.in എന്ന് പറയുന്നതാണ്. ആ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൽ മെനു ബാറിൻ്റെ താഴെയായിട്ട് UGC നെറ്റ് ജൂൺ 2025 എന്ന് എഴുതി കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപേക്ഷിക്കാനുള്ള സൈറ്റിലേക്ക് നേരിട്ടെത്തും. തുടർന്ന് ആവശ്യമായ വിവരങ്ങൾ നൽകിയ ശേഷം ആവശ്യമായ നിർദ്ദേശങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കുക. ആധാർ നമ്പരോ പാൻ നമ്പരോ പാസ്പോർട്ട് നമ്പറോ എന്താണ് നിങ്ങളുടെ കൈവശം ലഭ്യമാവുന്നത് എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിൻ്റെ നമ്പർ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കൈവശമുള്ള ഐഡൻറ്റിഫിക്കേഷൻ ID-യുടെ നമ്പർ കൃത്യമായി ഓർമ്മയിലുണ്ട് എങ്കിൽ മാത്രം അത് കൊടുക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൂടിയുള്ള ഒരു സ്ക്രീൻ തെളിഞ്ഞു വരും. അപ്പോൾ അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി സൂക്ഷിക്കുക. പിന്നീട് ആവശ്യം വരും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ആവശ്യമായ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ നെറ്റ് എക്സാമിൻ്റെ ഏത് വിഷയമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സൗകര്യമുള്ള കുറച്ച് സ്ഥലങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും, അത് രേഖപ്പെടുത്തുക. അതിനുശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും മറ്റ് ഡീറ്റെയിൽസും കൊടുക്കുക. പിന്നീടാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എല്ലാവർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് UGC അംഗീകരിച്ചിട്ടുള്ള കൃത്യമായ സൈസിൽ തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷം അത് നമുക്ക് മൊബൈൽ ഫോൺ വഴി ചെയ്യുന്നത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും സ്കാൻ ചെയ്ത ഫോട്ടോയും സൈനും ഉണ്ട് എങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കൂ. ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 10 KB മുതൽ 200 KBക്കുള്ളിലായിരിക്കണം. സിഗ്നേച്ചറിൻ്റെ ആണെങ്കിൽ 4 KBക്കും 30 KBക്കും ഉള്ളിലായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിച്ച് പോകാവുന്നതാണ്. ഇത് രണ്ടും കൊടുത്ത ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. അത് ഓൺലൈൻ ഫീ പേയ്മെൻ്റ് ആണ്. അത് നിങ്ങളുടെ സൗകര്യാനുസരണം UPIയോ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡോ പിന്നെ അങ്ങനെ ഏത് വഴിയാണെങ്കിലും നിങ്ങൾക്ക് പണമിടപാടുകൾ നടത്താവുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള വിവരങ്ങളൊക്കെ റീചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ നമ്പർ, അതായത് PG, ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള രജിസ്റ്റർ നമ്പറുകൾ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് കൃത്യമാണോ എന്ന് പരിശോധിക്കുക.
നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമാണോ എന്ന് പരിശോധിക്കുക, ഇമെയിൽ ID കൃത്യമാണോ എന്ന് പരിശോധിക്കുക, മൊബൈൽ നമ്പർ കൃത്യമാണോ എന്ന് പരിശോധിക്കുക, ആധാർ നമ്പരും കൃത്യമാണോ എന്ന് ഏത് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണോ കൊടുത്തിട്ടുള്ളത് അത് കൃത്യമാണോ എന്ന് റീചെക്ക് ചെയ്ത ശേഷം മാത്രമേ ആ ഫൈനൽ സബ്മിഷനിലേക്ക് കടക്കാവൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് കരുതിയത്. അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ അപേക്ഷകൾ സമർപ്പിച്ച് നിരന്തരമായ പരിശ്രമത്തിലൂടെ എല്ലാവർക്കും നെറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.